നമസ്കാരം. നമ്മളിത് ചർച്ച ചെയ്യുന്നത് 2023 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് 3 ചോദ്യവും ഉത്തരങ്ങളുമാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ജീവിതരസങ്ങൾ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരളസിംഹ എന്ന കൃതിയുടെ കർത്താവ്. കേരളസിംഹ എഴുതിയതാണ് സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കർ. ഈ ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സർദാർ കെ.എം. പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2ന്റെ സമയത്ത് കെ. ശിവൻ ആയിരുന്നു. ഇപ്പോഴാരാണ്? എസ്. സോമനാഥ്. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം, അതായത് സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനാഗരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂൺ 1. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ജാവലിൻ ത്രോ നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥി ലഹരി ഉപയോഗം എക്സൈസ് വകുപ്പ്. ഏതാണ്? ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 3, 4. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. താരാപൂർ, മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ, ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആൻസർ. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യം 4A. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം വെള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ആൻസർ ഹിന്ദി പതിപ്പ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇല്ലാത്തത് കൊണ്ട്
ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നതാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. സ്വരാജ് പാർട്ടി ആരാണ്? 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. നെക്സ്റ്റ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1ഉം 2ഉമാണ്. ഭഗത് സിംഗുമായി ബന്ധമുള്ളത് 3ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം, അതായത് ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇത് ശരിയാണോ? അല്ല. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ട്രിപ്സിനു കീഴിൽ ഒരു ദൗത്യത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അത് ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2, അതായത് ഓപ്ഷൻ ബി. മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ശരിയാണ്. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം, അതും ശരിയാണ്. നൈതാലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഏതാണ്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതാണ് അല്ലാത്തത്. ഓപ്ഷൻ 3ആണ്. സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, അതാണ് അല്ലാത്തത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണോ? അല്ലല്ലോ. അപ്പോൾ ഏതാ തെറ്റ്? ഓപ്ഷൻ ബി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇത് ശരിയായിട്ടുള്ളത് നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ്. കേസരി മറാത്തയും ബാലഗംഗാധര തിലകിൻ്റെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ദേശീയ പ്രസ്ഥാനങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷിയും ലാലാ ലജ്പത് റായ്. ഇത് ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. 3ഉം 4ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ സംബന്ധിച്ച്
ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണല്ലോ. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. അതും ശരിയാണ്. ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് ആണോ? അല്ല, അതാണ് തെറ്റ്. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഏതാണ് ശരിയായ പ്രസ്താവന? സെക്കൻഡറി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ളത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ 10+2+3 എന്ന് വരുന്നത് കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. ശരിയാണ്. മാഡം ഭിഖാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. അതും ശരിയാണ്. പണ്ഡിത രമാഭായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ശരിയാണല്ലോ. 788 ശങ്കരാചാര്യർ ജനിച്ചു. ശരിയാണ്. 1553 കൂനൻ കുരിശു സത്യം 553 ആണോ? അല്ലല്ലോ. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ശരിയാണ്. അപ്പം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം 4ഉം ശരിയാണ്. 3 തെറ്റാണ്. നെക്സ്റ്റ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഇത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അല്ലല്ലോ, മലപ്പുറം അല്ലേ. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. അതും ശരിയാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ആണ് കണ്ണൂർ. അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് 2. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ തിരുവനന്തപുരത്തല്ല. അതാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. അത് ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. 1 ശരിയാണോ? നമ്മൾ 8 ശാഖകളായി കൊല്ലം മുതൽ വടക്കോട്ട്, അത് തെറ്റാണ്. ബാക്കി 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഇടമലയാർ, മുതിരപ്പുഴയാർ. ഇത് ശരിയല്ല. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 2. ആൻസർ ഓപ്ഷൻ ബി. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കോഴിക്കോട് ജില്ലയിൽ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. ഇത് ശരിയാണോ? അല്ല. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഇത് ശരിയാണോ? അല്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉത്പാദനശേഷി 780 മെഗാവാട്ട്. ഇത് ശരിയാണ്.
ആദ്യത്തേത് മണിയാറാണ്. 2ഉം 3ഉം തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. നെക്സ്റ്റ്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പട്ടി ഗെയിംസ് സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അല്ല. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ശരിയാണോ? തെറ്റ്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അതേതാണ്? ഓപ്ഷൻ എ. 1ഉം 3ഉം തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അതും ശരിയാണ്. 3ഉം ശരിയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. നെക്സ്റ്റ്, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കുഫോസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം അല്ല, കൊച്ചിയിലാണ്. അതുപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. 1ഉം 4ഉം തെറ്റാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഗോദരാജവർമ്മയെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. ശരിയാണോ? അല്ല. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ മലയാളി PR ശ്രീജേഷ്. ശരിയാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അതും ശരിയാണ്. അപ്പം ഏതൊക്കെയാണ് ശരി? 1, 2ഉം 3ഉമാണ് ശരി. 1 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ശരിയാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അതും ശരിയാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഇത് തെറ്റാണ്. ശരിയുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശരിയാണ്. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതും ശരിയാണ്. ക്രൈസ്തവ സമുദായത്തിൽ നിലനിന്നിരുന്ന ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. ആൻസർ ഏതൊക്കെയാണ്? 1, 2, 3 ശരി, 4 തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം, മിശ്ര വിവാഹത്തിന് തുടക്കം. ഇത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടത് എല്ലാം ശരിയാണ്.
പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം ആണോ? അല്ല. അരേ സമുദായം ശരിയാണ്. ജ്ഞാനോദയം സഭ ശരിയാണ്. കൊച്ചി പുലയ മഹാസഭ ശരിയാണ്. അപ്പം 2, 3, 4 ശരിയുള്ളത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നായിരുന്നു 1888. ടാഗോർ സന്ദർശിച്ചെന്നാണ് 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിൻ്റെ സമാധി 1928. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശരിയല്ല, തെറ്റാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു. അതും ശരിയാണ്. 1, 3 ശരിയാണ്. ഓപ്ഷൻ എ. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടന്നത് 1915. തെറ്റ്. കല്ലുമാല സമരം നടത്തിയത് 1893. അതും തെറ്റ്. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. സ്വാതിജന പരിപാലന സംഘം സ്ഥാപിച്ചു. അതും ശരിയാണ്. 3, 4 ശരി. ഓപ്ഷൻ ബി. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. തെറ്റ്. 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. അതും തെറ്റ്. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. 3 ശരിയാണ്. 3 മാത്രമാണ് ശരി. അക്കാമ ചെറിയാനെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജൊവാനോ ഫാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ഇത് 3 ശരിയാണ്. ഓപ്ഷൻ ബി. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ഏതാണ്? ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. വൈകണ്ഠസ്വാമികൾ സമത്വ സമാജം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഓപ്ഷൻ സി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? എത്ര ശതമാനമാണ്? 20%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനീയ വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉത്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉത്പാദിപ്പിക്കുന്നത് കരളിൽ വെച്ചാണ്. ഓപ്ഷൻ ഡി. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? മണ്ണിലെ നൈട്രജന്റെ അളവ് കുറയുമ്പോൾ. ഓപ്ഷൻ എ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു? ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജലം വിഘടിച്ചാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. കേരളത്തിലെ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. സങ്കരയിനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. തെറ്റ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ശരി. ഏതൊക്കെയാ ശരി? 1, 2, 4 ശരിയാണ്. 3 തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിനി? ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്ത് എഴുതുക. തൃകങ്ങൾ ആരാണ്? തൃകങ്ങൾ ഡൊബറൈനർ ആണ് തൃകങ്ങൾ. അഷ്ടകങ്ങളോ? ന്യൂലാൻഡ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിള് മെൻഡലിയൻ. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിള് മോസ്ലി. ഓക്കെ, വരുന്ന ഏതാണ്? ഓപ്ഷൻ സി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഏത് വാതകമാണിത്? ഏതാണ്? ഹൈഡ്രജൻ ആണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വന്ന വാതകം ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഫസ്റ്റ് വൺ സൾഫ്യൂരിക് ആസിഡ്, സ്റ്റോറേജ് ബാറ്ററി. ടാനിക് ആസിഡ്, മഷി, തുകൽ ഇവയുടെ നിർമ്മാണം. അസറ്റിക് ആസിഡ്, രാസവളങ്ങളുടെ നിർമ്മാണം. സിട്രിക് ആസിഡ്, ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. തെറ്റായിട്ടുള്ളത് ഏതാണ്? അസറ്റിക് ആസിഡ്, രാസവളങ്ങളുടെ നിർമ്മാണം. നെക്സ്റ്റ്, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം സ്ഥാനം സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് പ്രകീർണനം. ഘടകവർണ്ണങ്ങളായി മാറുന്നത് പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? സെൽഷ്യസ് ആണ്, കെൽവിൻ ആണ്, ഫാരൻഹീറ്റ് ആണ്. അല്ലാത്തത് പാസ്കൽ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. നെക്സ്റ്റ് 81 മുതൽ കണക്കാണ്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഏത് സംഖ്യയുടെ 40% 32? ആൻസർ 80. 14ൻ്റെയും 16ൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 112. നെക്സ്റ്റ് അഡീഷൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 600ൻ്റെ 8%. 6×8 48. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 64 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ വശത്തിൻ്റെ നീളം എന്ത്? വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? A² അല്ലേ? സമചതുരം. അപ്പം റൂട്ട് എടുക്കുമ്പോൾ 8 കിട്ടും. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 0.3, 0.32, 2.13 ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 2.75 കിട്ടും. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചിലവ് 400, അപ്പം 14,000 ആയി. അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 14,000 മൊത്തത്തിൽ. 16,800 വിറ്റാൽ ലാഭശതമാനം 20. 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 98, 105, 22, 65, 75. സാമിൻ്റെ ശരാശരി. ഇത് 5 കൂടെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 73 കിട്ടും. സാന്ദ്ര 1 സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? 1 സെക്കൻഡ് കൊണ്ട് 2. അപ്പോൾ എത്ര സെക്കൻഡ് ചേരുമ്പോഴാണ് 1 മിനിറ്റ് ആവുന്നത്? 60. 2 സെക്കൻഡ് ആകുമ്പോൾ 120. 120നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 240. കൂട്ടത്തിൽപ്പെടാത്തത് ചതുരം, സമചതുരം, സാമാന്ത്രികം, ത്രികോണം. ഇതിനെല്ലാം 4 വശമുണ്ട്. ത്രികോണത്തിന് 3 വശമേ ഉള്ളൂ. 3, 7, 15. ക്വസ്റ്റ്യന് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 21 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5. ആൻസർ ചെയ്ത് വരുമ്പോൾ 48 കിട്ടും. ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 7, 8. ഏതാണ് വരുന്നത്? 8. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്.
അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാവും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 44. ഏറ്റവും ചെറിയ സംഖ്യ തന്നിരിക്കുന്നതിൽ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, അപ്പം 0.015. 4ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ. 4ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ എന്ന് വെച്ചാൽ 4ൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള, അതായത് വൺസിൻ്റെയും ടെൻസിൻ്റെയും കൂടെ നോക്കുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ അല്ലാത്തത് 14 വരുന്നതേ ഉള്ളൂ. 214. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാവും? 6 കുട്ടികൾക്ക് 3. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ 2 പേരാണ് ഇരിക്കുന്നത്. 24 കമ്പ്യൂട്ടറിലാകുമ്പോഴോ 24 കുട്ടികൾക്കാകുമ്പോഴോ 12 കമ്പ്യൂട്ടർ. വലിയ സംഖ്യ ഏത്? ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. നെക്സ്റ്റ് 5 + 4 × 8 - 6 ÷ 6. ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, പിന്നെ ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ. ആൻസർ 19/3 എന്ന് കിട്ടും. മറ്റ് 2 ഫേസിനെ അപേക്ഷിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടുതലുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും സമയം എടുത്തത്. അപ്പം വീണ്ടും ഒരു ക്വസ്റ്റ്യനായിട്ട് കാണാം. താങ്ക് യു.